നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ലോകത്തൊരു യുദ്ധം നടക്കുമ്പോൾ സാധാരണ മനുഷ്യൻ എന്താണ് കാണുന്നത്? ബോംബിങ്സ്, മിസൈൽസ്, ഡിസ്ട്രോയിഡ് ബിൽഡിങ്സ്, കരയുന്ന കുട്ടികൾ, റെഫ്യൂജി ക്യാമ്പ്, ബ്രേക്കിംഗ് ന്യൂസ്. പക്ഷേ ഈ യുദ്ധങ്ങളുടെ എല്ലാം പിന്നിൽ മറ്റൊരു ലോകമുണ്ട്. പണത്തിൻ്റെ ലോകം, പ്രോഫിറ്റിൻ്റെ ലോകം, പവറിൻ്റെ ലോകം. ഒരു വലിയ ചോദ്യം: യുദ്ധം നടക്കുമ്പോൾ ലോകത്തിലെ ചില കമ്പനികൾ കൂടുതൽ സമ്പന്നരാവുകയാണോ? ഇത് കോൺസ്പിറസി തിയറി അല്ല, ലോക സാമ്പത്തികത്തിൻ്റെ അൺകംഫർട്ടബിൾ റിയാലിറ്റിയാണ്. ഒരു ചെറിയ എക്സാമ്പിൾ കൊണ്ട് തുടങ്ങാം. റഷ്യ യുക്രൈൻ വാർ ആരംഭിച്ചപ്പോൾ ലോകം മുഴുവൻ ഷോക്ക്ഡ് ആയിരുന്നു. ഓയിൽ പ്രൈസ് ഉയർന്നു, ഫുഡ് പ്രൈസും ഉയർന്നു, ഗ്ലോബൽ ഇൻഫ്ലേഷൻ വർദ്ധിച്ചു. ഇന്ത്യയിലും പെട്രോൾ പ്രൈസ്, കുക്കിംഗ് പ്രൈസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്നിവയെല്ലാം വളരെയധികം വർദ്ധിച്ചു. പക്ഷേ അതേ സമയത്ത് ചില ഡിഫൻസ് കമ്പനീസിൻ്റെ ഷെയർ ഉയർന്നു. വെപ്പൺസ് ഡിമാൻഡ് വർദ്ധിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളും ഡിഫൻസ് ബജറ്റ് വർദ്ധിപ്പിച്ചു. ഒരു യുദ്ധം നടക്കുമ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യർ മരിക്കുന്നു, പക്ഷേ മറ്റൊരു ഭാഗത്ത് ചില ഇൻഡസ്ട്രീസ് റെക്കോർഡ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇതാണ് വാർ എക്കോണമി. ഇനി മറ്റൊരു എക്സാമ്പിൾ: മിഡിൽ ഈസ്റ്റ് ടെൻഷൻ ഉയരുമ്പോൾ ഓയിൽ മാർക്കറ്റ് അൺസ്റ്റേബിൾ ആകുന്നു, ക്രൂഡ് ഓയിൽ പ്രഷർ ഉയരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്കും വരുന്നു. കാരണം ഇന്ത്യ ഇപ്പോഴും വലിയ തോതിൽ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഗ്ലോബൽ കോൺഫ്ലിക്റ്റ് ഇന്ത്യയിൽ സാധാരണ മിഡിൽ ക്ലാസ് മനുഷ്യനെയും ഇൻഡയറക്ട്ലി ബാധിക്കുന്നു. പെട്രോൾ പ്രൈസ്, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഫുഡ് ഇൻഫ്ലേഷൻ എല്ലാം വളരെയധികം വർദ്ധിക്കുകയാണ്. അതായത് ഒരു യുദ്ധം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടന്നാലും അതിൻ്റെ ഷോക്ക് മിഡിൽ ക്ലാസ് കിച്ചൺ വരെ എത്തുന്നു. ഇതാണ് ഗ്ലോബൽ എക്കോണമിയുടെ റിയാലിറ്റി. ഇനി മറ്റൊരു വലിയ കാര്യം: ഇന്ന് ലോകത്ത് ഫിയർ ഇറ്റ്സെൽഫ് ഒരു ബിസിനസ്സായി മാറുന്നുണ്ടോ? രാജ്യങ്ങൾ ഇൻക്രീസിംഗ്ലി ഇൻസെക്യൂർ ആകുന്നു. അവർ വെപ്പൺസ് വാങ്ങുന്നു, മിലിറ്ററി അലയൻസസ് ബിൽഡ് ചെയ്യുന്നു, സൈബർ സെക്യൂരിറ്റി സ്പെൻഡിംഗ് വർദ്ധിപ്പിക്കുന്നു, AI വാർഫെയർ റിസർച്ച് നടക്കുന്നു. ഇവയുടെ പിന്നിൽ $1 ട്രില്യൺ ഇൻഡസ്ട്രീസുമുണ്ട്. ഇന്നൊരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ: യുദ്ധങ്ങൾ ചിലപ്പോൾ ഐഡിയോളജി കൊണ്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സ് കൊണ്ടും ഫ്യൂൽ ആകുന്നുണ്ടോ? ഇതൊരു ഡേഞ്ചറസ് ക്വസ്റ്റ്യനാണ്, പക്ഷേ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. കാരണം ഹിസ്റ്ററി നോക്കിയാൽ വാർ എന്നും പൊളിറ്റിക്സ് മാത്രമായിരുന്നില്ല. അതിൽ എക്കണോമിക്സ് ഉണ്ടായിരുന്നു, ഓയിൽ റൂട്ട്സ് ഉണ്ടായിരുന്നു, ട്രേഡ് റൂട്ട്സ്, റിസോഴ്സസ്, ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, പവർ ബാലൻസ്, ഇവയെല്ലാം വാറിൻ്റെ ഭാഗമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ രാജ്യമായ ഇന്ത്യയിലേക്ക് വരാം. ഇന്ത്യ ഇന്ന് ഡിഫൻസ് സെക്ടർ അഗ്രസീവ്ലി സ്ട്രെങ്തൻ ചെയ്യുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ ഡിഫൻസ് മാനുഫാക്ചറിംഗ് വളരുന്നു. ഇന്ത്യൻ കമ്പനീസ് ഡ്രോൺസ്, മിസൈൽസ്, ഡിഫൻസ് സിസ്റ്റംസ് നിർമ്മിക്കാൻ തുടങ്ങുന്നു. ഇതൊരു പോസിറ്റീവ് ഡെവലപ്മെൻ്റ് ആണെന്ന് പലരും കാണുന്നു. കാരണം ഇന്ത്യ സെൽഫ് റിലയൻ്റ് ആകാൻ ശ്രമിക്കുന്നു. അത് ശരിയാണ്. പക്ഷേ അതേസമയം ലോകം ഇൻക്രീസിംഗ്ലി മിലിറ്ററൈസ്ഡ് ആവുകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇനി സാധാരണ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാം. ഒരു മിഡിൽ ക്ലാസ് ഇന്ത്യൻ കുടുംബം ഇമാജിൻ ചെയ്യൂ. അവൻ ന്യൂസിൽ വാർ കാണുന്നു, അടുത്ത ദിവസം പെട്രോൾ പ്രൈസ് ഉയരുന്നു, സ്കൂൾ ഫീസ് കൂടുന്നു, വെജിറ്റബിൾ പ്രൈസ് കൂടുന്നു, EMI പ്രഷർ വർദ്ധിക്കുന്നു. പക്ഷേ അവനക്ക് യുദ്ധവുമായി പേഴ്സണലി യാതൊരു ബന്ധവുമില്ല. ഇതാണ് ഗ്ലോബലൈസേഷൻ്റെ സ്ട്രേഞ്ച് റിയാലിറ്റി. ലോകം ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു രാജ്യത്തിൻ്റെ കോൺഫ്ലിക്റ്റ് മറ്റൊരു രാജ്യത്തിൻ്റെ എക്കോണമിയെ ബാധിക്കുന്നു. ഇനി മീഡിയയെക്കുറിച്ച് സംസാരിക്കാം. വാർ എന്ന് വെറും ന്യൂസ് മാത്രമല്ല, കണ്ടന്റ് കൂടിയാണ്. 24 hours കവറേജ്, ഡ്രമാറ്റിക് വിഷ്വൽസ്, ലൈവ് അപ്ഡേറ്റ്സ്, സോഷ്യൽ മീഡിയ ഡിബേറ്റ്സ്. ഫിയർ കണ്ടിന്യൂസ്ലി കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഫിയർ അറ്റൻഷൻ ജനറേറ്റ് ചെയ്യുന്നു. അറ്റൻഷൻ മണി ജനറേറ്റ് ചെയ്യുന്നു. ഇതാണ് മോഡേൺ ഇൻഫർമേഷൻ എക്കോണമി. ഇനി ഏറ്റവും ഡേഞ്ചറസ് പാർട്ട്: ഒരു സൊസൈറ്റി കണ്ടിന്യൂസ്ലി ഫിയർ കൺസ്യൂം ചെയ്യുമ്പോൾ ആ സൊസൈറ്റി ഗ്രാജുവലി ഇമോഷണലി നമ്പ് ആവുകയാണ്. ബോംബിങ്സ് പോലും എൻ്റർടൈൻമെൻറ്റ് പോലെ സ്ക്രോൾ ചെയ്യപ്പെടുന്നു. ഹ്യൂമൻ സഫറിങ്സ് പോലും കണ്ടന്റായി മാറുന്നു. ഇതാണ് മോഡേൺ സിവിലൈസേഷൻ്റെ മോറൽ ക്രൈസിസ്. ഇനിയൊരു വലിയ ഐറണി: ടെക്നോളജി വളർന്നു, ഹ്യൂമൻ റൈറ്റ്സ് ലാംഗ്വേജ് വളർന്നു, ഗ്ലോബൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടായി. പക്ഷേ വാർ ഇൻഡസ്ട്രി ഇപ്പോഴും ശക്തമാണ്. കാരണം വാർ കംപ്ലീറ്റ്ലി ഇമോഷൻ കൊണ്ടല്ല റൺ ചെയ്യുന്നത്, എക്കണോമിക്സ് കൊണ്ടും റൺ ചെയ്യപ്പെടുന്നു. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. ഈ വീഡിയോയുടെ ഉദ്ദേശം ഒരു രാജ്യത്തെ ബ്ലെയിം ചെയ്യലല്ല. കാരണം ജിയോ പൊളിറ്റിക്സ് വളരെ കോംപ്ലക്സ് ആണ്. ഓരോ രാജ്യത്തിനും സ്വന്തം സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ട്. പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ ചോദിക്കേണ്ട ഒരു ചോദ്യം ഉണ്ട്: യുദ്ധങ്ങളിൽ യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കുന്നത്? സാധാരണ മനുഷ്യനോ അല്ലെങ്കിൽ വെപ്പൺസ് ഇൻഡസ്ട്രിയാണോ? കാരണം ബാറ്റിൽ ഫീൽഡിൽ മരിക്കുന്നത് സോൾജേഴ്സ് ആണ്, ഹോം നഷ്ടപ്പെടുന്നത് സിവിലിയൻസിനാണ്. പക്ഷേ പ്രോഫിറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കോർപ്പറേഷൻസിനാണ്. ഇതാണ് അൺകംഫർട്ടബിൾ ട്രൂത്ത്.
ഇനി ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാം. ഇന്ത്യ എക്കണോമിക്കലി പവർഫുൾ ആകാൻ ശ്രമിക്കുന്നു, ഗ്ലോബൽ പവർ ആവാൻ ശ്രമിക്കുന്നു. അതിന് സ്ട്രോങ് ഡിഫൻസ് ആവശ്യമാണ്. പക്ഷേ അതോടൊപ്പം ഒരു ബാലൻസുമുണ്ട്. എക്കണോമിക് ഗ്രോത്ത്, ഡിപ്ലോമസി, സ്റ്റെബിലിറ്റി, പീസ്. കാരണം വാർ എക്കണോമി ഗ്രോ ചെയ്യുമ്പോൾ ഓർഡിനറി എക്കണോമി സഫർ ചെയ്യാം, ഇൻഫ്ലേഷൻ ഉയരാം, മിഡിൽ ക്ലാസ് പ്രഷർ വർദ്ധിക്കും, മെന്റൽ ആങ്സൈറ്റി വർദ്ധിക്കും. അവസാനം ഒരു രാജ്യത്തിന്റെ റിയൽ സ്ട്രെങ്ത് മിസൈൽസ് കൊണ്ട് മാത്രം അളക്കാനാകില്ല, അവിടെയുള്ള സാധാരണ മനുഷ്യന്റെ സ്റ്റെബിലിറ്റി കൊണ്ടും അളക്കണം. അതുകൊണ്ട് യുദ്ധങ്ങൾ നടക്കുമ്പോൾ ലോകത്തിലെ ചില കമ്പനികൾ കൂടുതൽ സമ്പന്നരാവുകയാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്നത്തെ ലോകത്തിൽ വാർ ഐഡിയോളജി കൊണ്ടാണോ നടക്കുന്നത്, അല്ലെങ്കിൽ എക്കണോമിക്സ് കൊണ്ടോ? ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.